വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 7ാം ക്ലാസ്സിലെ എ ഗിഫ്റ്റ് ഓഫ് ചപ്പൽസ് എന്ന ഇംഗ്ലീഷ് ലെസനാണ്. മൃദു എന്ന പെൺകുട്ടിയെയാണ് നാം ഈ പാഠത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. മൃദു ഈസ് ആൻ യങ് ഗേൾ ഗ്രോവിങ് അപ്പ് ഇൻ മദ്രാസ്. മൃദു മദ്രാസിൽ വളരുന്ന ഒരു പെൺകുട്ടിയാണ്. നൗ കോൾഡ് ചെന്നൈ. ഇപ്പോൾ മദ്രാസിനെ ചെന്നൈ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ മദ്രാസിൻ്റെ പേരെന്താണ്? ഇപ്പോൾ മദ്രാസിൻ്റെ പേര് ചെന്നൈ എന്നാണ്. ഷീ ഈസ് ഗ്രോവിങ് അപ്പ് വിത്ത് താപി ഹെയർ ഗ്രാൻഡ് മദർ ആൻഡ് താത്ത ഹെയർ ഗ്രാൻഡ് ഫാദർ. അവൾ വളരുന്ന ആരോടൊപ്പമാണ്? അവൾ അവരുടെ വല്യമ്മയോടും വല്യച്ഛനോടും ഒപ്പമാണ് കഴിയുന്നത്. താപി മീൻസ് ഗ്രാൻഡ് മദർ, താത്ത മീൻസ് ഗ്രാൻഡ് ഫാദർ. വൺ ആഫ്റ്റർനൂൺ, ഒരു ദിവസം ഉച്ച കഴിഞ്ഞ്, താപി ടേക്സ് ഹെർ ടു ഹെയർ ഓൺ ടു രുക്മണീസ് ഹൗസ് ടു മീറ്റ് ഹെർ കസിൻസ് ലല്ലി, രവി ആൻഡ് മീന. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് താപി അവളെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ടു മീറ്റ് ഹെർ കസിൻസ് ലല്ലി ആൻഡ് രവി. ലല്ലി, രവി ആൻഡ് മീന. ലല്ലിയെയും രവിയെയും മീനയും കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ടു ഹെറോൺ രുക്മണീസ് ഹൗസ്. അവളുടെ അമ്മായിയായിരിക്കുന്ന രുക്മിണിയുടെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. മൃദു രുക്മിണിയുടെ അമ്മായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ലഭിക്കുന്ന ഹാർദവമായ സ്വീകരണത്തെപ്പറ്റിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സ്മൈലിംഗ് രുക്മിണി ത്രൂ ഓപ്പൺ ദ ഡോർ. രുക്മിണി ചിരിച്ചുകൊണ്ട് വാതിൽ വന്ന് തള്ളി തുറന്നു. രവി ആൻഡ് മീന റഷ്ഡ് ഔട്ട്. വാതിൽ തുറന്ന ഉടനെ രവിയും മീനയും പുറത്തേക്ക് ഓടിയിറങ്ങി. ആൻഡ് രവി പുൾഡ് മൃദു ഇൻ ടു ദ ഹൗസ്. രവി എന്ത് ചെയ്തു? മൃദുവിനെ പിടിച്ചു വലിച്ച് വീടിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമമായി. വെയിറ്റ്, ലെറ്റ് മീ ടേക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ്. നിൽക്കേ, ഞാനെൻ്റെ ചെരുപ്പൊക്കെ ഒന്ന് ഇവിടെ വയ്ക്കട്ടെ. പ്രൊട്ടസ്റ്റഡ് മൃദു എതിർത്തു. ഷി സെറ്റ് ദം ഔട്ട് നീറ്റ്ലി നിയർ എ പെയർ ഓഫ് ലാർജ് ബ്ലാക്ക് വൺസ്. അവളുടെ ചെരുപ്പുകൾ എവിടെ വെച്ചത്? ഷീ സെറ്റ് ദം ഔട്ട് നീറ്റ്ലി നിയർ എ പെയർ ഓഫ് ലാർജ് ബ്ലാക്ക് വൺസ്. വലിയ ഒരു ജോഡി ചെരുപ്പ് കിടപ്പുണ്ട്, കറുപ്പ് നിറത്തുള്ളത്. അതിൻ്റെ അടുക്കൽ അവളുടെ ചെരുപ്പ് വെച്ചു. ദോസ് വെർ ഗ്രേ ആക്ച്വലി വിത്ത് ഡസ്റ്റ്. ആ കറുത്ത ചെരുപ്പുകൾ എപ്പോഴേ പൊടി പിടിച്ച് നല്ല ഗ്രേ കളറിലായിരിക്കുന്നത്. യു കുഡ് സീ ദ ക്ലിയർ മാർക്ക് ഓഫ് എവറി ടോ ഓൺ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ഈച്ച് സ്ലിപ്പർ. ഓരോ സ്ലിപ്പറിൻ്റെയും മുന്നിൽ അത് ഉപയോഗിച്ച ആളിൻ്റെ വിരലുകളുടെ പാട് കാണാം. ദ മാർക്സ് ഫോർ ദ ടു ബിഗ് ടോസ് വെയർ ലോങ് ആൻഡ് സ്ക്രോണി. രണ്ട് കാലിലെ പെരുവിരലുകളുടെ ആ പാടുണ്ടല്ലോ, നല്ല നീളമുള്ളതും മെലിഞ്ഞതുമാണ്. മൃദു ഡിഡ് നോട്ട് ഹാവ് മച്ച് ടൈം ടു വണ്ടർ അബൌട്ട് ഹൂ സ്ലിപ്പേഴ്സ് ദ വെയർ. മൃദുവിന് അധികം നേരമൊന്നും കിട്ടിയില്ല. എന്തിനാ നേരം കിട്ടാഞ്ഞത്? ടു വണ്ടർ അബൌട്ട് ഹൂ സ്ലിപ്പേഴ്സ് ദ വെയർ. അതാരുടെ ചെരുപ്പാണെന്ന് ചിന്തിക്കാനുള്ള സമയമുണ്ടായില്ല. അതിനെപ്പറ്റി അത്ഭുതപ്പെടാനുള്ള സമയമുണ്ടായില്ല. ബിക്കോസ് രവി ഡ്രാഗ്ഡ് ഹർ ടു ദ ബാക്ക് യാർഡ്. കാരണം എന്താണ്? രവി അവിടെ വലിച്ചുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് പോയി, വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി. ബിക്കോസ് രവി ഡ്രാഗ്ഡ് ഹർ ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് എ തിക് ബിറ്റർ ബെറി ബുഷ്. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കയ്പൻ കായുണ്ടാകുന്ന, പഴമുണ്ടാകുന്ന കുറ്റിച്ചെടിയുണ്ട്. തിക്കായിരിക്കുന്ന, ഇടതൂർന്ന ശാഖകളുള്ളൊരു കുറ്റിച്ചെടി. ദെയർ ഇൻസൈഡ് എ ടോൺ ഫുട്ബോൾ ലൈൻഡ് വിത്ത് സാക്കിങ്. അതിൻ്റെ അടുത്തേ ഒരു കീറിയ ഫുട്ബോളിൻ്റെ അകത്ത് ലൈൻഡ് വിത്ത് സാക്കിങ്, ചാക്കൊക്കെ വിരിച്ച്, ഫിൽഡ് വിത്ത് സാൻഡ്, മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ദെയർ ലേ എ സ്മോൾ കിറ്റൺ. അതിൻ്റെ ഉള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞ് കിടപ്പുണ്ട്. ലാപ്പിംഗ് അപ്പ് മിൽക്ക് ഫ്രം ദി കോക്കനട്ട് ഹാഫ് ഷെൽ.
ആ പൂച്ച എന്ത് ചെയ്യാണ്? പൂച്ചക്കുഞ്ഞ് എന്ത് ചെയ്യാണ്? ഒരു ചിരട്ടയിൽ നിന്നും പാല് കുടിക്കുകയാണ്. വി ഫൈൻഡ് ഹിം ഔട്ട്സൈഡ് ദ ഗേറ്റ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ഇവനെ ഗേറ്റിൻ്റെ പുറത്തുനിന്ന് കിട്ടിയതാണ്. അവിടെയാണ് കണ്ടത് രാവിലെ. ഹി വാസ് മ്യൂവിങ് ആൻഡ് മ്യൂവിങ്, പുവർ തിങ്. പാവം, അവരിങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സെറ്റ് മീന. മീന പറഞ്ഞു. ആരായത് പറഞ്ഞത്? മീന പറഞ്ഞു. ഇറ്റ് ഈസ് എ സീക്രട്ട്. ഇതൊരു രഹസ്യമാണ്. അമ്മ സെയ്സ് പാർട്ടി വിൽ ലീവ് ഫോർ അവർ പാട്ടുമാമാസ് ഹൗസ് ഇഫ് ഷീ നോസ് വി ഹാവ് എ ക്യാറ്റ്. അമ്മ പറഞ്ഞു പാട്ടി ഇവിടുന്ന് പാട്ടുമാമയുടെ വീട്ടിൽ പൊക്കളയും. ഇഫ് ഷീ നോസ് വി ഹാവ് എ ക്യാറ്റ്. നമുക്കൊരു പൂച്ചയുണ്ടെന്നറിഞ്ഞാൽ പാട്ടി ഇവിടുന്ന് പാട്ടുമാമയുടെ വീട്ടിലേക്ക് പൊക്കളയും. കാരണം എന്തായിരിക്കും? പാട്ടിക്ക് പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടമല്ല, അതാ പൂച്ചയെ ഇഷ്ടമല്ല. പീപ്പിൾ ആർ ഓൾവേസ് ടെല്ലിങ് എസ് ടു ബി കൈൻഡ് ടു ആനിമൽസ്. ആൾക്കാർ പറയുന്നുണ്ട് നമ്മളോട്, ദേ ആർ ഓൾവേസ് ടെല്ലിങ് എസ് ടു ബി കൈൻഡ് ടു ദി ആനിമൽസ്. മൃഗങ്ങളോടൊക്കെ നല്ല ദയവ് കാണിക്കണമെന്ന് ആൾക്കാരൊക്കെ എപ്പോഴും പറയാറുണ്ട്. ബട്ട് വെൻ വി ആർ, പക്ഷേ നമ്മളിങ്ങനെ വല്ല കരുണയും കാണിക്കാൻ തുടങ്ങിയാലോ, ദ സ്ക്രീം, അവർ കാറും. ഓ ഡോണ്ട് ബ്രിങ് ദാറ്റ് ഡേർട്ടി ക്രീച്ചർ ഹിയർ. ഓ ആ നശിച്ച ജന്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ആ അഴുക്ക് ജന്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയും. ഡോണ്ട് ബ്രിങ് ദ ഡേർട്ടി ക്രീച്ചർ ഹിയർ. ആ അഴുക്ക് ജന്തുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്. സെഡ് രവി. രവി പറഞ്ഞു, ഡു യു നോ ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ടു ഗെറ്റ് എ ലിറ്റിൽ മിൽക്ക് ഫ്രം ദ കിച്ചൺ. നിങ്ങൾക്കറിയാവോ ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ടു ഗെറ്റ് എ ലിറ്റിൽ മിൽക്ക് ഫ്രം ദ കിച്ചൺ. അടുക്കളയിൽ നിന്നൊരു ശകലം പാലെടുക്കാൻ എന്ത് പാടാണെന്നറിയാവോ? അടുക്കളയിൽ നിന്നൊരു ശകലം പാല് കിട്ടാൻ എന്ത് പ്രയാസമാണ്. പാട്ടി സോ മീ വിത്ത് എ ഗ്ലാസ് ഇൻ മൈ ഹാൻഡ് ജസ്റ്റ് നൗ. ഇപ്പോൾ പാട്ടി എന്നെ കണ്ടതേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സുമായിട്ട്. ഐ ടോൾഡ് ഹെർ ഐ ആം വെരി ഹംഗ്രി. ഞാൻ പാട്ടിയോട് പറഞ്ഞു ഞാൻ വളരെ വിശന്നായിരിക്കുന്നത്. ഐ വോണ്ട് ടു ഡ്രിങ്ക് ഇറ്റ്. എനിക്കിത് കുടിക്കണം. ബട്ട് ദ വേ ഷീ ലുക്ക്ഡ് അറ്റ് മീ. പക്ഷേ അവരുടെ ആ നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടത്തിൻ്റെ രീതി. I had to drink most of it to throw her off the scent. അത് കണ്ടപ്പോഴേ എനിക്ക് പാലിൻ്റെ ഭൂരിഭാഗവും കുടിച്ച് തീർക്കാനേ കഴിഞ്ഞുള്ളൂ. I had to drink most of it. അതിൻ്റെ മുക്കാൽ പങ്കും എനിക്ക് കുടിക്കേണ്ടി വന്നു. To throw off the scent. പാലിൻ്റെ മണമൊന്നും മാറണ്ടേ, അതിനുവേണ്ടി പെട്ടെന്ന് കുറച്ച് നേരം കുടിക്കേണ്ടി വന്നു. Then she want the tumbler back. അന്നേരമാണ്ടേ അവർക്ക് ആ ഗ്ലാസ് വേണം. പാട്ടി ഐ വിൽ വാഷ് ഇറ്റ് മൈസെൽഫ്. ഞാൻ പാട്ടിയോട് പറഞ്ഞു ഐ വിൽ വാഷ് ഇറ്റ് മൈസെൽഫ്. ഞാൻ ഗ്ലാസ് കഴുകിക്കൊള്ളാം, ഞാൻ തന്നെ കഴുകിക്കൊള്ളാം. വൈ ഷുഡ് ഐ പുട്ട് യു ടു ട്രബിൾ. എന്തിനാണ് ഞാൻ പാട്ടിയെ കഷ്ടത്തിലാക്കുന്നത്? ഐ ടോൾഡ് ഹർ. ഞാൻ അവരോട് പറഞ്ഞു ഐ ഹാഡ് ടു റൺ ആൻഡ് പോർ ദ മിൽക്ക്. എനിക്ക് ഓടിപ്പോകേണ്ടി വന്നു. എന്തിനാ? ടു പോർ ദ മിൽക്ക്. പാല് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പാല് എങ്ങോട്ടാണ് ഒഴിക്കേണ്ടിയിരുന്നത്? ഇൻ ടു ദിസ് കോക്കനട്ട് ഷെൽ, ഈ ചിരട്ടയിലേക്ക്. ആൻഡ് ദെൻ റൺ ബാക്ക്. എന്നിട്ടോ തിരിച്ചോടി. ആൻഡ് വാഷ് ദ ടംബ്ലർ. ഞാൻ ഗ്ലാസ് കഴുകി. ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക് ബിഫോർ ഷീ ഗോട്ട് റിയലി സസ്പീഷ്യസ്. അത് തിരിച്ചുകൊണ്ട് പഴയ സ്ഥാനത്ത് വെച്ചു. ബിഫോർ ഷീ ഗോട്ട് റിയലി സസ്പീഷ്യസ്. പാട്ടിക്ക് ശരിക്കും സംശയം തോന്നുന്നതിന് മുമ്പേ ഞാനത് അവിടെ കൊണ്ട് വെച്ചു. നൗ വി ഹാവ് ടു തിങ്ക് ഓഫ് സം അതർ വേ ടു ഫീഡ് മഹേന്ദ്രൻ. ഇനി ഇവനെ തീറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. നൗ വി ഹാവ് ടു തിങ്ക് ഓഫ് സം അതർ വേ ടു ഫീഡ് മഹേന്ദ്രൻ. മഹേന്ദ്രനെ തീറ്റ കൊടുക്കണമെങ്കിൽ ഇനി വേറെ വല്ല വഴിയും ആലോചിക്കണം. മഹേന്ദ്രൻ, ദിസ് ലിറ്റിൽ കിറ്റീസ് നെയിം ഈസ് മഹേന്ദ്രൻ. മഹേന്ദ്രൻ എന്നോ? ഈ കൊച്ചു പൂച്ചക്കുഞ്ഞിൻ്റെ പേര് മഹേന്ദ്രൻ എന്നാണോ? മൃദു വാസ് ഇംപ്രസ്ഡ്. മൃദുവിന് ആ പേര് മനസ്സിൽ തട്ടി. ഇറ്റ് വാസ് എ റിയൽ നെയിം. അത് ശരിക്കും ഒരു പേര് തന്നെയാണ്. നോട്ട് ജസ്റ്റ് എ ക്യൂട്ട് കിറ്റി ക്യാറ്റ് നെയിം. ചെറിയൊരു പൂച്ചക്കുഞ്ഞിൻ്റെ പേരൊന്നും അല്ല അത്. ആക്ച്വലി ഹിസ് ഫുൾ നെയിം ഈസ് മഹേന്ദ്ര വർമ്മ പല്ലവ പൂനെ. ശരിക്കും ഇവൻ്റെ പേരെന്ന് പറഞ്ഞാൽ മഹേന്ദ്ര വർമ്മ പല്ലവ പൂനെ എന്നാണ്. MB പൂനെ ഫോർ ഷോർട്ട് ഓഫ് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ MB പൂനെ എന്ന് വിളിക്കാം. MB പൂനെ ഫോർ ഷോർട്ട്, ചുരുക്കത്തിൽ. ഇഫ് യു ലൈക്ക്, നിങ്ങൾക്ക് അങ്ങനെയാണ് വിളിക്കാൻ ഇഷ്ടമെങ്കിൽ MB പൂനെ എന്ന് വിളിക്കാം.
ഹീ ഈസ് എ ഫൈൻ ബ്രീഡ് ഓഫ് കാറ്റ്. അവൻ നല്ല ജനുസിൽപ്പെട്ട പൂച്ചയാണ്. അവൻ നല്ല ഇനത്തിൽപ്പെട്ട പൂച്ചയാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിസ് ഫർ. നോക്കിക്കുക അതിൻ്റെ രോമങ്ങളൊന്ന്. ലൈക്ക് എ ലയൺസ് മെയിൻ. ഒരു സിംഹത്തിൻ്റെ കുഞ്ചിരോമം പോലെ. എന്താ മെയിൻ? മെയിൻ എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെയും അതുപോലെ കുതിരയുടെയൊക്കെ കഴുത്തിൻ്റെ മുകളിൽ കണ്ടില്ലേ നല്ല നീളമുള്ള രോമം. അങ്ങനെ കാണപ്പെടുന്ന നീളമുള്ള കഴുത്തിന് മുകളിലുള്ള നീളമുള്ള രോമത്തിനാണ് കുഞ്ചിരോമം എന്ന് പറയുന്നത്. ലൈക്ക് എ ലയൺസ് മെയിൻ. ഒരു സിംഹത്തിൻ്റെ കുഞ്ചിരോമം പോലെയാണ്. ആൻഡ് യു നോ വാട്ട് ദ എംബ്ലം ഓഫ് ദി ഏൻഷ്യൻറ്റ് പല്ലവ കിങ് വാസ്? നിനക്കറിയില്ലേ എന്താണ് പൗരാണിക കാലത്തെ പല്ലവ രാജാക്കന്മാരുടെ എംബ്ലം എന്ന്? ഡോണ്ട് യു നോ? നിനക്കറിയില്ലേ? ഹേ ലുക്ക് എക്സ്പെക്റ്റൻ്റ്ലി അറ്റ് മൃദു. മൃദുവിനെ പ്രതീക്ഷയോടെ നോക്കി. എന്താ പ്രതീക്ഷിക്കുന്നത്? മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. മൃദു ജിഗിൾഡ്. മൃദു മറുപടി വല്ലതും പറഞ്ഞോ? മൃദു ഒന്നും പറഞ്ഞില്ല. മൃദു ജിഗിൾഡ്. മൃദുവായിട്ടൊന്ന് ചിരിച്ചു. ജിഗിൾഡ് മീൻസ് ലാഫ് ലൈറ്റ്ലി. തിങ്ക് ഐ ആം ജോക്കിംഗ്. ഞാൻ തമാശ പറയാമെന്നാണോ വിചാരിച്ചത്? വെൽ ജസ്റ്റ് വെയിറ്റ്. നിൽക്കേ. ഐ വിൽ ഷോ യു സം ടൈം. ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഇറ്റ് ഇസ് ക്ലിയർ യു ഡോണ്ട് നോ എ തിങ് അബൌട്ട് ഹിസ്റ്ററി. ഒരു കാര്യം ശരിയാണ്, നിനക്ക് ചരിത്രത്തെപ്പറ്റി ഒരു വകയും അറിയില്ല. ഹാവൻ ബീൻ ടു മഹാബലിപുരം? ഹാവ് യു? മഹാബലിപുരത്ത് പോയിട്ടുണ്ടോ? ഹേ സെഡ് മിസ്റ്റീരിയസ്ലി. അവന് ഒരു ദുരൂഹമായ രീതിയിൽ ചോദിച്ചു. ഒരു പ്രത്യേക രീതിയിൽ ചോദിച്ചു, നീ മഹാബലിപുരത്ത് പോയിട്ടുണ്ടോ? വെൽ when our class went to Mahabalipuram. Well, when our class went to Mahabalipuram, I saw a statue of his tatas. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ മഹാബലിപുരത്ത് ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് പോയപ്പം ഐ സോ എ സ്റ്റാച്യു. ഞാൻ ഒരു പ്രതിമ കണ്ടു. ആരുടെ പ്രതിമയാണ്? ഓഫ് ഹിസ് താത്താസ് എക്സെട്ര. ഇവൻ്റെ മുതുമുത്തച്ഛൻ്റെ പ്രതിമ കണ്ടു. ആരുടെയായി? മഹേന്ദ്രൻ്റെ, ഈ പൂച്ചക്കുഞ്ഞിൻ്റെ മുതുമുത്തച്ഛൻ്റെ പ്രതിമ കണ്ടു. ഫാക്ട് ഈസ് മഹേന്ദ്രൻ ഹിയർ ഈസ് ഡിസെൻഡഡ് ഫ്രം ദറ്റ് വെരി സെയിം മെൻഷൻഡ് ക്യാറ്റ്. വസ്തുത ഇതാണ്. ഫാക്ട് ഈസ് മഹേന്ദ്രൻ ഹിയർ ഈസ് ഡിസെൻഡഡ് ഫ്രം. മഹേന്ദ്രനെ അതിൻ്റെ പിന്തുടർച്ചക്കാരനാണ്. മഹേന്ദ്രൻ ഹിയർ ഈസ് ഡിസെൻഡഡ് ഫ്രം ദാറ്റ് വെരി സെയിം മെൻഷൻഡ് ക്യാറ്റ്. ഇപ്പോൾ ഈ മഹേന്ദ്രൻ ഉണ്ടല്ലോ, അവൻ ആ പല്ലവ ക്യാറ്റിൻ്റെ പിന്തുടർച്ചക്കാരനാണ്. എ ക്ലോസ് റിലേറ്റീവ്, വളരെ അടുത്ത ബന്ധു. സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് നൺ അതർ ദാൻ ദ ലയൺ. സയൻറ്റിഫിക്കലായിട്ട് പറഞ്ഞ ഇവൻ സിംഹം തന്നെയാണ്. എന്താ സയൻറ്റിഫിക്കലായിട്ട് പറയാൻ പറഞ്ഞാൽ? മാർജാര വംശത്തിൽപ്പെട്ടവയാണ് പൂച്ച, കടുവ, പുലിയൊക്കെ. They all belong to ഫെലിസ് ഫാമിലി. എല്ലാം ഫെലിസ് എന്ന് പറയുന്നത് പേര് കൂട്ടി നമ്മളങ്ങനെ പറയുന്നത്. ഫെലിസ് ക്യാറ്റ്, ഫെലിസ് ലിയോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടവയാണ്. അതുകൊണ്ട് അവൻ്റെ സയൻറ്റിഫിക്കലി ആയിട്ട് പറയുക, ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇവൻ ഈ കുടുംബത്തിൽപ്പെട്ടതാണ്. രവി വെൻറ്റോൺ. രവി തുടർന്നു. വാക്കിംഗ് അറൗണ്ട് ദ ബിറ്റർ ബെറി ബുഷ്. ചുമ്മാ അതല്ല, നടന്നുകൊണ്ടാണ്. ആ കയ്പം പഴം ഉണ്ടാകുന്ന ആ കുറ്റിച്ചെടിയുടെ ചുറ്റും നടന്നുകൊണ്ടാണ് പറയുന്നത്. വെറുതെ നടക്കല്ല. വേവിങ് എ ടിക് അപ്പ് ആൻഡ് ഡൗൺ. കയ്യിലൊരു ചുള്ളിക്കമ്പുണ്ട്, അത് മുകളിലേക്കും താഴേക്കും വീശി ആണ് നടക്കുന്നത്. ഹീസ് ഐ സ്പാർക്ലിങ്. അവളുടെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങിയിരുന്നു. ദിസ് ക്യാറ്റ് ഈസ് എ ഡിസെൻഡൻറ്റ് ഓഫ് നൺ അതർ ദാൻ ദി മഹാബലിപുരം ഋഷി ക്യാറ്റ്. ഇത് മഹാബലിപുരത്തെ ഋഷി ക്യാറ്റിൻ്റെ പിന്തുടർച്ചക്കാരനാണ്. ആൻഡ് ഇഫ് യു മേ ജസ്റ്റ് റിമൈൻഡ് യു, ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. ദേ വർഷിപ്ഡ് ക്യാറ്റ്സ് ഇൻ ഏൻഷ്യൻ്റ് ഈജിപ്തിൽ അവർ പൂച്ചകളെ ആരാധിച്ചിരുന്നു. മാർജാര വംശത്തിൽപ്പെട്ട ജീവികളെ ആരാധിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അവരവിടെ സിംഹങ്ങളെ ആരാധിച്ചിരുന്നു എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഹൗ ഹി ലൗഡ് ദ സൗണ്ട് ഓഫ് ഹിസ് ഓൺ വോയിസ്. മീന ആൻഡ് മൃദു എക്സ്ചേഞ്ച് ലുക്സ്. ഇവരെന്തിനാ ഇത്ര ഒച്ചത്തിൽ കിടന്ന് വിളിച്ചു പറയുന്ന അവരുദ്ദേശിച്ചത്. അവൻ്റെ ഒച്ചയെ വളരെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഹൗ ഹി ലൗഡ് ദ സൗണ്ട് ഓഫ് ഹിസ് ഓൺ വോയിസ്. മീന ആൻഡ് മൃദു എക്സ്ചേഞ്ച് ലുക്സ്. മീനയും മൃദുവും അന്യോന്യം നോക്കി. വാട്ട് ഡസ് ദാറ്റ്
ഹാവ് ടു ഡു വിത്ത് എനിത്തിങ് മൃദു ഡിമാൻഡഡ്. മൃദു ചോദിച്ചു, അതുകൊണ്ടെന്താ? വട്ട് ഡസ് ദാറ്റ് ഹാവ് ടു ഡു വിത്ത് എനിത്തിങ്? ഈജിപ്തിൽ അവർ സിംഹങ്ങളെയൊക്കെ ആരാധിച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ എന്താ കാര്യം? വാട്ട് ഡസ് ദാറ്റ് ഹാവ് ടു ഡു വിത്ത് എനിത്തിങ്? മൃദു ഡിമാൻഡ് ചെയ്തു. ഐ ആം ടെല്ലിങ് യു ദിസ് ക്യാറ്റ് ഈസ് ഡിസെൻഡഡ് ഫ്രം ദി ഈജിപ്ഷ്യൻ ക്യാറ്റ് ഗോഡ്സ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പൂച്ച ഈസ് ഡിസെൻഡഡ് ഫ്രം ദി ഈജിപ്ഷ്യൻ ക്യാറ്റ് ഗോഡ്. ഇവൻ ഈജിപ്ഷ്യൻ ക്യാറ്റ് ഗോഡിൻ്റെ പിന്തുടർച്ചക്കാരനാണ്. ഡിസെൻഡഡ് മീൻസ് അതിൻ്റെ പിന്തുടർച്ചക്കാരൻ, അവിടുന്ന് ഡിസെൻഡ് ചെയ്ത് വന്നത്. നോ, ഗോഡസ് ബാസ്റ്റഡ്. വെറും പൂച്ചയെന്നും പറയല്ലേ, ക്യാറ്റെന്ന് പറയല്ലേ, ഗോഡസ് ബാസ്റ്റഡ് എന്നാണ് ആ സിംഹദേവൻ്റെ പേര്. യാ, ദാറ്റ് ഈസ് ഇറ്റ്. അതായത് ശരി. സോ വെൽ, വൺ ഓഫ് ദ ഡിസെൻഡൻസ് ഓഫ് ദാറ്റ് ക്യാറ്റ് ഗോഡസ് വാസ് എ സ്റ്റോവേ ഇൻ വൺ ഓഫ് ദ പല്ലവ ഷിപ്സ്. ശരി, വൺ ഓഫ് ദ ഡിസെൻഡൻസ് ഓഫ് ദാറ്റ് ക്യാറ്റ് ഗോഡസ്, ആ പറയുന്ന മർജാര വംശത്തിൽപ്പെട്ട ദൈവത്തിൻ്റെ ഒരു സ്റ്റോവേയാണ്. അവനിങ്ങനെ കപ്പലെ ഒളിച്ചു പാർത്ത് പോകുന്നതാണ്. ഇൻ വൺ ഓഫ് ദി പല്ലവ ഷിപ്സ്, ഒരു പല്ലവ രാജാക്കന്മാരുടെ കപ്പലിൽ കടന്നു കയറി ഇങ്ങോട്ട് ഒളിച്ചു പോകുന്നതാണ്. ആൻഡ് ഹിസ് ഡിസെൻഡൻറ്റ് വാസ് ദ മഹാബലിപുരം ഋഷിക്കാറ്റ്. അങ്ങനെ വന്നതാണ് മഹാബലിപുരം ഋഷിക്കാറ്റ് ഉണ്ടായത്. ഹൂസ് ഡിസെൻഡൻറ്റ് ഈസ്, അവൻ്റെ പിന്തുടർച്ചക്കാരനാണ് ടു ബി ഫ്ലറിസ്റ്റിക് അറ്റ് മഹേന്ദ്രൻ. അവനെ വടിയെടുത്ത് മഹേന്ദ്രൻ നേരെ ഇങ്ങനെ വീശി കാണിച്ചു. എം ബി പൂനെ ഹിയർ, അതായത് എം ബി പൂനെ ഇവിടെ ഇരിക്കുന്നത് മഹാബലിപുരം ഋഷിക്കാറ്റിൻ്റെ പിന്തുടർച്ചക്കാരനാണ്. ഹൂ ഈ ഹി ഷ്രീക്, വെറുതെ പറഞ്ഞത് മാത്രമല്ല, അവൻ നിന്ന് കാറുകയും കൂടെ ചെയ്തു. എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞതിൽ അവൻ വലിയ ഇഷ്ടപ്പെട്ടു. വെരി പ്ലീസ്ഡ് വിത്ത് ഹിംസെൽഫ്. അവൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇഷ്ടമുള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഒന്ന് കാറി പറഞ്ഞേച്ച്. കുട്ടികളുടെ പരിപാടിയല്ലേ, കുട്ടികളുടെ പ്രവർത്തനമല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക അവർ. മഹേന്ദ്രൻ ലുക്ട് അപ്പ്, മഹേന്ദ്രൻ നോക്കി. അല്ലാണ്ട് നോക്കിയപ്പോൾ ഇവൻ വടിയാട്ടിങ്ങനെ വീശി നിൽക്കുകയാണ്. ജസ്റ്റ് ഷാർപ്പണിങ് ഹിസ് ക്ലോസ് ഓൺ ദി എഡ്ജ് ഓഫ് ദി കോക്കനട്ട് ഷെൽ. അവൻ എന്ത് ചെയ്യായിരുന്നു? അവൻ്റെ നഖമൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, കോക്കനട്ട് ഷെല്ലിൻ്റെ സൈഡിൽ നഖമൊക്കെ ഒന്ന് ഉരച്ച് മൂർച്ച കൂട്ടുന്ന സമയത്താണ് ഈ ഒച്ച കേൾക്കുന്നതും വടി ഓങ്ങി ഈ രവി നിൽക്കുന്നതും കണ്ടത്. ബട്ട് വേഴ്സ് ദാൻ രവി ഈസ് ഓഫുൾ വൂപ്പ് ഈക്ക് വാസ് എ ക്രീച്ച്. അതിനെക്കഴിഞ്ഞും ഭയങ്കര ഒച്ചയായിരുന്നു. പെട്ടെന്നൊരു ക്രീച്ച് സൗണ്ട് വന്നു. ഫ്രം ദ വിൻഡോ, ജനലിൻ്റെ ഭാഗത്തുനിന്നൊരു ക്രീച്ച് സൗണ്ട് വന്നു. വാട്ട് എ വിയേർഡ് സൗണ്ട്, എന്തൊരു വൃത്തികെട്ട ഒച്ചയത്. എഫ് മൃദു സ്റ്റാർട്ടിൽഡ്, മൃദു ആണെങ്കിൽ അങ്ങ് സർപ്രൈസ്ഡ് ആയി. ഇതെന്താ ഒച്ച കേൾക്കുന്നത്? എം ബി പൂനെ വാസ് ഫ്രൈറ്റൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് വിറ്റ്സ്. എം ബി പൂനെക്കാണ് പേടി കാരണം എൻ്റെ ബോധം നഷ്ടപ്പെട്ടു, അവന് ഓടിക്കാണ്. വാട്ട് എ വിയേർഡ് സൗണ്ട് ഇഫ് മൃദു വാസ് സ്റ്റാർട്ടിൽഡ്, എം ബി പൂനെ വാസ് ഫ്രൈറ്റൻഡ് ഔട്ട് ഓഫ് ഹിസ് വിറ്റ്സ്. എം ബി പൂനെക്ക് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഹെയർ സ്റ്റാൻഡിങ് ഓൺ എൻഡ്, ഒച്ച കേട്ടപ്പോഴേ അവൻ്റെ രോമമൊക്കെ എഴുന്നു നിന്നു. ബൗൺസ് അപ്പ്, അവൻ മുകളിലേക്ക് ചാടി. ആൻഡ് സ്കറി ടുവേഴ്സ് ദ ബാംബൂ ട്രേ, അവൻ വേഗം ഓടി. സ്കറി ടുവേഴ്സ് ദ ബാംബൂ ട്രേ, അവിടെ ഒരു മുറം വെച്ചിട്ടുണ്ട്. ബാംബു കൊണ്ടാണല്ലോ മുറം ഉണ്ടാക്കുന്നത്. ബാംബൂ ട്രേ ഉണ്ട്, ഒരു മുറം വെച്ചിട്ടുണ്ട്. ഓഫ് റെഡ് ചില്ലീസ്, അതിൻ്റെ അകത്ത് എന്താ വെച്ചിരിക്കുന്നത്? ചുവന്ന മുളക് ഉണക്കാൻ വെച്ചിരിക്കുക. ഹാഡ് ബീൻ സെറ്റ് ഔട്ട് ടു ഡ്രൈ, ഉണക്കാൻ വെച്ചിരിക്കുന്ന ചുവന്ന മുളകുണ്ട്, അത് വെച്ചിരിക്കുന്ന മുറത്തിലാണ്. ട്രൈൻ ടു ഹൈഡ് ബെനീത്ത്, അവൻ ഓടിച്ചെന്ന മുളകിൻ്റെ ഇടയ്ക്ക് വലിഞ്ഞു കയറി, മുളകിൻ്റെ അകത്തോട്ട് നൂഴ്ന്ന് കയറി. ഹി ടിപ്ഡ് എ ഫ്യൂ ചില്ലീസ് ഓവർ ഹിംസെൽഫ്, അങ്ങനെ വന്നപ്പോൾ അവൻ്റെ പുറത്തേക്കൊക്കെ മുളക് വന്ന് വീണു. മ്യാവോ ഹീ ഹൗൾഡ് മിസറബ്ലി, അവൻ പേടിച്ച് പറിച്ച്. പൂച്ച കരഞ്ഞു, പൂച്ചക്കുഞ്ഞ് കാറി കരഞ്ഞു. ദ ക്രീച്ചിങ് വെൻറ്റ് ഓൺ, പക്ഷേ ആ ക്രീച്ചിങ് തുടർന്നുകൊണ്ടിരുന്നു. വാട്ട് ഈസ് ദറ്റ് നോയ്സ് സെഡ് മൃദു, അതെന്തൊരൊച്ചയാണ് എന്ന് ചോദിച്ചു. ദാറ്റ് ഈസ് ലല്ലി ഈസ് ലേണിംഗ് ടു പ്ലേ ദ വയലിൻ, ലല്ലി വയലിൻ പ്ലേ ചെയ്യാൻ പഠിക്കുകയാണ്. ദാറ്റ് ഈസ് ലല്ലി ലേണിംഗ് ടു പ്ലേ ദ വയലിൻ. ഗ്രാൻഡഡ് രവി, രവിക്ക് ആ സമയത്തെ ആ ഒച്ച ഇഷ്ടപ്പെട്ടില്ല. ഹി ഗ്രാൻഡഡ്, അവൻ മുറുമുറുത്തോണ്ട് പറഞ്ഞു. ഓ അതാ ലല്ലി ഉണ്ടല്ലോ, അവൾ വയലിൻ പഠിക്കുകയാണ്. ഷി വിൽ നെവർ ലേൺ എ തിങ്, അവൾ ഒരു വക പഠിക്കില്ല.
The music master just goes on playing like a train whistling on and on. മ്യൂസിക് മാസ്റ്റർ ആണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ട്രെയിൻ പോകുന്ന പോലെ പാളത്തെ തെറ്റാതെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ. വൈൽ ലല്ലി ഈസ് ഓൾ ദ ടൈം ഡീറെയിലിങ്. പക്ഷേ ലല്ലിയുടെ ട്രെയിൻ ഉണ്ടല്ലോ അതെപ്പോഴും പാളം തെറ്റിപ്പോവും. അതായത് ലല്ലി വയലിൻ വായിക്കുന്നത് ഓഫ് ട്രാക്കാണ്, ഗോയിങ് കംപ്ലീറ്റ്ലി ഓഫ് ട്രാക്ക്. വേണ്ട പോലെ അല്ല അവൾ തെറ്റിച്ച വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.